ത്തിൻ്റെ സ്വന്തമാക്കുക ആകുക ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. യേശുക്രിസ്തുവിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ബന്ധം എന്ന് പറയുന്നത് സ്വന്തമെന്നുള്ള ഒരു ബന്ധമാണുള്ളത്. അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ്. അതാണ് എസെക്കിയേലിൽ നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം A to Z കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും ദൈവമായിട്ടാണ് നമുക്ക് ഉടമ്പടി, പരസ്യ ഉടമ്പടി വരുന്നത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെ ഈ പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്നു കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന, ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല. ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ നോക്കി പാർക്കണം.